നിങ്ങൾക്ക് പേപ്പേഴ്സ് അതായത് NOC റെഡി ആയിട്ടില്ല എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ മോട്ടോറിസം ഏറ്റെടുക്കും. അത് എന്ന് വെച്ചാൽ നിങ്ങളെ വാഹനം തിരിച്ചെടുത്ത് നിങ്ങൾ ഏത് പ്രൈസിനാണോ ആ വാഹനം എടുത്തത് അത്. വെൽക്കം ബാക്ക് ടു മോട്ടോറിസം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ഓഫർ സെയിൽ പ്രഖ്യാപിച്ചു. ഈ ഒരു ഓഫർ സെയിലിലൂടെ ഒരുപാട് കോൺടാക്ട്സ് നമുക്ക് വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ മൊബൈൽ കോളായിട്ടൊക്കെ ഒരുപാട് കോൺടാക്ട്സ് വന്നു. നമുക്ക് കൂടുതൽ എൻക്വയറി വന്നപ്പോൾ അതിൽ 2 വാഹനങ്ങൾ നമ്മൾ സോൾഡ് ഔട്ടായി. ബാക്കിയുള്ള വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് നിൽക്കുന്നുണ്ട്. നമ്മുടെ വാഹനങ്ങൾ സ്റ്റോക്ക് നിൽക്കാനുള്ളൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം വിളിക്കുന്നതിലൊരു 90% ആളുകൾക്കും വേണ്ടത് ലോണാണ്. ഒന്നുകിൽ ഫുൾ ലോൺ കിട്ടുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ലോണിലുള്ള വാഹനങ്ങളാണ് വേണ്ടത്. നമ്മളെ ഈ ഒരു മോട്ടോറിസം ലോണിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ലോണിൽ വണ്ടി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആണ് നമ്മളെ വാഹനങ്ങൾ നിൽക്കുന്നത്. ഹൈ ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ ലോ പ്രൈസിലാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനങ്ങൾ നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി കൺഫേം ആയതിനു ശേഷം മാത്രം നിങ്ങൾ വാഹനം എടുത്താൽ മതി. നമ്മൾ നൽകുന്ന ക്വാളിറ്റി, നമ്മൾ നൽകുന്ന ഗ്യാരണ്ടി തീർച്ചയായിട്ടും ബിസിനസ് സെയിൽ ചെയ്തതിന് ശേഷവും നമ്മൾ ആ ഒരു ക്വാളിറ്റിയും ഗ്യാരണ്ടി നമ്മൾ ഉറപ്പ് തരികയാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. നമ്മൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വണ്ടി ടോട്ടൽ ലോസ് അല്ല, ഫ്ലഡ് അല്ല എന്നുള്ള ഗ്യാരണ്ടി നൽകുന്നുണ്ട്. മേജർ ആക്സിഡൻറ്റ് ഇല്ല എന്നുള്ള ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഇനി വണ്ടിക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. ചില വാഹനങ്ങൾക്ക് ചെറിയ പരിക്കുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കറക്റ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ആ റേറ്റിൽ വില്ലിങ് ആണെങ്കിൽ മാത്രം വാഹനങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്കൊരു 6 വാഹനങ്ങളും കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു 6 വാഹനം നമ്മൾ ഈ ഒരു ഓഫർ സെയിലിൽ തന്നെയാണ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ. 1-2 വാഹനങ്ങൾ നമ്മൾ ഓഫറിലല്ല, ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ ഓഫർ സെയിൽ തന്നെയാണ്. മാക്സിമം നിങ്ങൾ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാം. വാഹനപ്രേമികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളൊരു ബ്ലാക്ക് കളർ 2014 A4 S-Line കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാഹനം 2013 S-Line 73,000 കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് RC ഓണറിലുള്ള ഒരു വാഹനമാണ്. ഇൻഷുറൻസ് വാലിഡ് ആണ്. ഈ ഒരു വാഹനത്തിന് അപാകതകൾ എന്ന് പറയാൻ മേജറായിട്ട് ഒന്നുമില്ല. നമ്മൾ ഡൽഹിയിൽ വാഹനങ്ങൾ കൊണ്ടുവരുന്ന എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. വേറെയുള്ള എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇൻസൈഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ നിൽക്കുന്നുണ്ട്. ഒറിജിനൽ ലെതർ സീറ്റ് തന്നെയാണ് നമ്മളുള്ളത്. അതേപോലെ റൂഫും കാര്യങ്ങളാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സ്റ്റാരിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു വലിയ വൃത്തികേടായിട്ടില്ല. 2013 വാഹനം എന്നൊരു ആവറേജ് ക്വാളിറ്റി ഉണ്ട്. ഡാഷ്ബോർഡിലൊന്നും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മറ്റേ വാഹനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു Audi A4 2013-14 ഒരേ ഫങ്ഷനിങ് തന്നെയാണ്. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ മറ്റേൻ്റെ അതേപോലെ തന്നെയാണ്. Audi A4 S-Line വൈറ്റ് കളറ് വെറും 8,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2016 മോഡൽ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള സെക്കൻഡ് RC ഓണർ വെറും 1,47,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനം. ഒരു ആക്സിഡൻറ്റോ ഒരു റീപ്ലേസ്മെൻറ്റോ വാഹനത്തിന്മേലില്ല. വാഹനം ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. ഈ മുന്നിലെ 2 ടയർ ആവറേജേ ഉള്ളൂ. ഒരു 20% 25% ആവറേജേ ഉള്ളൂ. ബാക്കിൽ പുതിയ ടയറാണ്. ഇൻഷുറൻസ് വാലിഡ് ആണ്. ഈ ഒരു വാഹനം കണ്ണൂർ RTOയിലാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സെക്കൻഡ് RC ഓണറിലാണ്. ഈ ഒരു വാഹനം വെറും നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളൊന്ന് നമുക്ക് കാണാം. ജസ്റ്റ് എന്നിട്ട് അതിൻ്റെ റേറ്റ് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു 2016 മോഡൽ ഈ ഒരു ക്രിസ്റ്റയുടെ ഉൾവശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് കാര്യങ്ങൾ സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല. ഇവിടെ ഒരു ചെറിയ LCD വരുന്നുണ്ട്. പിന്നെ ഇത് G4 ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് ബട്ടൺസും കാര്യങ്ങളും തമ്മിൽ വെച്ചിട്ടില്ല. ഇതാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്ന കേസേ ഉള്ളൂ. ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്ക് തമ്മിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ആണ്. ഇൻസൈഡിലേക്ക് റൂഫിലേക്കോ കാര്യങ്ങളിലേക്കോ നോക്കുകയാണെങ്കിലും നല്ല ആവറേജ് അബോവ് ആവറേജ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. സീറ്റ് കവറും കാര്യങ്ങളൊന്നും മുഷിഞ്ഞിട്ടില്ല. നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിൽ നമ്മളുണ്ടല്ലോ ഒരു പീസ് ഇതിൽ റീപ്ലേസ്മെന്റ് ഇല്ല. ആകെ അതിൻ്റെ ഒരു ഹെഡ് ലാമ്പ് ചെറുതായിട്ട് അതിൻ്റെ ഒരു ബോൾട്ട് ഇളകി കിടക്കുന്നുണ്ട്. അവിടെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു മൈനസാണ് ഞാൻ കാണുന്നത്. കാരണം ക്രിസ്റ്റയുടെ ഹെഡ് ലാമ്പിൻ്റെ എൻഡിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് പീസ് എന്ന് പറഞ്ഞാൽ കനല്ലാത്തൊരു പീസാണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ എത്ര ഒരാൾ ജസ്റ്റ് ചാരിയാൽ തന്നെ പൊട്ടുന്നൊരവസ്ഥയാണ്. അത് ഇതിൻ്റെ പൊട്ടി കിടക്കുന്നുണ്ട്. വേറെ ഒരു പീസ് ഇതുപോലെ റീപ്ലേസ്മെന്റ് ഇല്ല. നല്ല വാഹനമാണ്. 2016 മോഡൽ G4 ഓട്ടോമാറ്റിക് സെക്കൻഡ് RC ഓൺ ഒറിജിനൽ കേരള 1,47,000 കിലോമീറ്റർ ഓടി. ഈ ഒരു വാഹനത്തിന് വെറും 16,40,000 രൂപക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി.
ഈ ഒരു വാഹനം 2017 മാനുഫാക്ചറിങ് 18 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഡൽഹിയിൽ ടാക്സി പെർമിറ്റുള്ള വാഹനമാണ്. സിംഗിൾ RC ഓണറാണ്. 1,72,000 കിലോമീറ്റർ റണ്ണിങ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് അവൈലബിൾ അല്ല. കാരണം ഈ ഒരു ടാക്സി പെർമിറ്റുള്ള വാഹനങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ യൂട്യൂബ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റുള്ളൂ. അവിടെ ഡൽഹിയിൽ 2-3 ടൈപ്പ് ടാക്സി വാഹനങ്ങളുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ ഈ ഓല ക്യാബ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലോക്കൽ ടാക്സികൾ ഓടുന്ന വാഹനങ്ങളുണ്ട്. അതുപോലെ തന്നെ 5 വർഷത്തെ എഗ്രിമെൻറ്റിലേക്ക് ഓരോ കമ്പനികൾക്ക് കൊടുക്കുന്ന വാഹനങ്ങളുണ്ട്. അതിൽ പെട്ടിട്ടുള്ള വാഹനമാണ്. ഈ ഒരു വാഹനം ഓട്ടം ഏകദേശം ജെനുവിനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം വണ്ടീൻ്റെ ഇൻസൈഡിലെ ക്വാളിറ്റി നമുക്ക് നോക്കുമ്പോൾ വണ്ടി കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. കാരണം ഒക്കെ ഓരോ ഓൺ സർവീസാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ഹിസ്റ്ററി അവൈലബിൾ അല്ല. ഇനി ഈ ഒരു വാഹനത്തിന് എന്താണ് അപാകത ഉള്ളതെന്ന് ചോദിച്ചാൽ ഈ വാഹനത്തിന് ചെറിയ 1-2 അപാകതകളുണ്ട്. വലിയ മേജർ അപാകതകളല്ല, തീർത്തും പറയാം. ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആയിട്ടുണ്ട്. അത് ആക്സിഡൻറ്റ് റീപ്ലേസ് അല്ല, സാധാരണ ഡൽഹിയിൽ മാറുന്ന പോലുള്ള മാറ്റമാണ്. ഈ ഒരു ഹെഡ് ലാമ്പ് ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ് ലാമ്പ് റീപ്ലേസ് ചെയ്ത് ചെറിയൊരു ഈ ഒരു ഭാഗം കൊണ്ട് ഈ ഒരു കോർണർ കൊണ്ട് ചെറിയൊരു ഇടിച്ചിട്ടുണ്ട്. മേജർ അല്ല, ഉള്ളിക്കില്ല. ഈ ഒരു ബോണറ്റ് റീപ്ലേസ് ആയിട്ടില്ല. ആകെ ഒരു ഇതായ ഒരു ബോണറ്റിൻ്റെ ഇത്രയും സ്പേസിലുള്ള ഇതിൻ്റെ ഈ ഒരു ഇത്രയും സ്പേസിലുള്ള പേസ്റ്റ് മാത്രം ഇളകിയിട്ടുള്ളൂ. വേറെ ഉള്ളിക്കുള്ള ഉള്ളിക്ക് ആഘാതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വേറെ പീസുകളൊന്നും മാറിയിട്ടില്ല. അത് നമുക്ക് ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. കാരണം വേറെ ഇടികളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന് വേറെയുള്ള കാര്യങ്ങൾ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല വാഹനം തന്നെയാണ്. ഓടിക്കാനും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട്. എഞ്ചിനും മെക്കാനിക്കലൊക്കെ ഓക്കെയാണ്. വേറെ അപാകതകളൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഇൻസൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് ഈ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റും. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ നമ്മൾ സ്റ്റാരിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റാരിങ്ങിന് കവർ ഇട്ടിട്ടുണ്ട്. ഇതിന് സ്റ്റാരിങ്ങിന് ബട്ടണും കാര്യങ്ങളും വരുന്നില്ല. ഇത് അഡീഷണൽ സെറ്റ് ചെയ്യേണ്ട ഒരു കേസാണ്. മറ്റേ നമ്മൾ പഴയ 218 ഈ സ്റ്റാരിങ്ങിന് ബട്ടണും അതേപോലെ LCD ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇതിനത് രണ്ടും വരുന്നില്ല. ഗിയർ ലിവർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിലും ഒന്നും യാതൊരു ഡിമാർക്ക് കാണാൻ നമുക്കൊന്നുമില്ല. പിന്നെ ഇതിന് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ മോശമല്ല. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആണ്. ഒരു പുതിയ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറി ഫീൽ തന്നെയാണ് കിട്ടുന്നത്. വണ്ടി ഓടിക്കുമ്പോഴും ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു മെക്കാനിക്കൽ പെർഫോമൻസ് ഉള്ള വാഹനമാണ്. ഈ ഒരു വാഹനത്തിന് നമ്മൾ വെറും 12 ലക്ഷം രൂപയാണ് NOCയിൽ ആസ്ക് ചെയ്യുന്നത്. ഓഫർ റേറ്റ് തന്നെയാണ് ഈ ഒരു വാഹനം ഉള്ളത്. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് 2014 മോഡൽ സിംഗിൾ RC ഓണറിലുള്ള 4x2 ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ്. ഡൽഹി രജിസ്ട്രേഷനിലാണ് നിൽക്കുന്നത്. 1,42,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അടിപൊളി വാഹനമാണ്. ആകെ ഈ ഒരു മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്മെൻ്റ് ഉള്ളൂ. എല്ലാ വാഹനത്തിനും പറയുന്ന പോലെ ഡൽഹി മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഈ പാർട്സിലൊന്നും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ല, ഗ്യാരണ്ടിയാണ്. നമുക്കിതിൻ്റെ ഉള്ളൊന്ന് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യുക, നേരെ ഇതിൻ്റെ റേറ്റ് പറയാം. അപ്പോൾ ഈ 2014 ഫോർച്യൂണറിൻ്റെ ഇൻസൈഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ക്വാളിറ്റി കാര്യങ്ങൾ നോക്കുമ്പോൾ സീറ്റൊക്കെ വന്ന അതേ കണ്ടീഷനിൽ തന്നെയുള്ള സീറ്റാണ്. സീറ്റ് കവർ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അതേപോലെ തന്നെ ഈ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും എബോ ആവറേജ് ക്വാളിറ്റി തന്നെയാണ് നിൽക്കുന്നത്. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാരിങ് കവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി യൂസേജ് കുറവാണോ അല്ലേ എന്ന് നമ്മൾ അധികം പരിശോധിക്കാൻ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കൽ. ഇവിടെ കൂടുതൽ സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ വാഹനം കൂടുതൽ കിലോമീറ്റർ ഓടിയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഒരു വണ്ടിക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. 1.48 ജെനുവിൻ കിലോമീറ്റർ ആണ്. പിന്നെ ഇൻസൈഡ് റൂഫ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എബോ ആവറേജ് ക്വാളിറ്റി ഉള്ളതാണ്. റൂഫിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 2014 മോഡല് സിംഗിൾ RC ഓണർ 1,48,000 ജെനുവിൻ കിലോമീറ്റർ ഓട്ടം, മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്മെൻ്റ് ഉള്ള പുതിയ ഇൻഷുറൻസോട് കൂടിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ ഓഫർ റേറ്റ് പറയുന്നത് 12,40,000 രൂപ. നിങ്ങൾ ഇത്രയും ക്വാളിറ്റി ഉള്ള വാഹനം ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് നമ്മൾ ഓഫർ റേറ്റ് അല്ല. ഓഫർ റേറ്റ് ഞാൻ പറഞ്ഞു പോയി, ഓഫർ റേറ്റ് അല്ല. ഈ ഒരു വാഹനം ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഇത് ഈ ഒരു റേറ്റിൽ നമുക്ക് തരാൻ കഴിയുള്ളൂ. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ എന്തെങ്കിലും നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ഇൻഷാല്ലാ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വാഹനം 2013 മോഡൽ ഡൽഹി രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഇത് 3rd RC ഓണറിലാണ് നിൽക്കുന്നത്. കിലോമീറ്റർ 1,66,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മെയിൻ ഗ്ലാസ്സിൽ ചെറിയൊരു സ്ക്രാച്ച് വീണിട്ടുണ്ട്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറിംഗ് വീലിലേക്ക് വരികയാണെങ്കിലും ഇതിന് കവറോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. 1,65,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 66,000 കടക്കാറായി. ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരികയാണെന്നുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്.
ഈ ഒരു വാഹനം നമ്മൾ ഈ ഒരു വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത് ഇതൊരു ഓഫർ റേറ്റിലാണുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 2013 തേർഡ് RC ഓണർ, 1,66,000 കിലോമീറ്റർ, ഇൻഷുറൻസ് വാലിഡ് അല്ല, പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ടാണ് റേറ്റ് പറയുന്നത്. 11,30,000 രൂപ വിത്ത് NOC-യിലാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വാഹനം എടുക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്കുള്ള സംശയമാണ് നമുക്കിതിൻ്റെ NOC എത്ര സമയം കൊണ്ട് കിട്ടും, അതേപോലെ തന്നെ ഈ വാഹനങ്ങൾ നമ്മൾ കേരളത്തിലേക്ക് നമ്പറാക്കുമ്പോൾ എത്ര രൂപയാവും. ഇപ്പോൾ ഫോർച്യൂണർ നമ്മളൊരു 8-10 ഫോർച്യൂണർ നമ്മൾ നമ്പറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ 2013 വാഹനം നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് രജിസ്ട്രേഷന് ഏകദേശം 1,60,000-1,70,000 1,75,000 ഇടയിലുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് നമുക്ക് വരിക. അതേപോലെ 2014 ഫോർച്യൂണർ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപ നമുക്ക് ടാക്സും അതിൻ്റെ പ്രൊസീജിയർ ചാർജും കാര്യങ്ങളൊക്കെ പാടായിട്ട് വരും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിന് ഇനി NOC എത്ര സമയം കൊണ്ട് കിട്ടുമെന്നുള്ളതിന് അവിടുത്തെ ഒരു ഡൽഹിയിലെ സാഹചര്യം അനുസരിച്ചാണ് അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ അവിടെ NOC ഇഷ്യൂ ആവുക. ചിലപ്പം കുറച്ച് വർക്ക് ലോഡ് കുറവുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് തന്നെ NOC ഇഷ്യൂ ആയ സമയമുണ്ട്. അതുപോലെ തന്നെ 1 മന്തിൻ്റെ മേലെ പോയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു കസ്റ്റമറോട് ഇതിന് സമയം പീരീഡ് പറയൽ എപ്പോഴും 15 to 1 മന്ത് ടൈമാണ്. അധികം ആളുകൾക്കും നമുക്ക് ഒരു 1 വീക്ക് 2 വീക്കിനുള്ളിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരു 1 മന്തിൻ്റെ മേലെ വരെ പോയ സമയമുണ്ട്. ആ സമയത്തൊക്കെ കസ്റ്റമർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ മോട്ടോറിസം എന്ന് പറയുന്ന ഈ ഒരു ചാനൽ, ഈ ഒരു യൂസ്ഡ് കാർസിൽ നമുക്ക് തരാൻ പറ്റുന്നൊരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് എടുക്കുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് പേപ്പേഴ്സ്, അതായത് NOC റെഡി ആയിട്ടില്ല എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ മോട്ടോറിസം ഏറ്റെടുക്കും. അത് എന്ന് വെച്ചാൽ നിങ്ങളെ വാഹനം തിരിച്ചെടുത്ത് നിങ്ങൾ ഏത് പ്രൈസിനാണോ ആ വാഹനം എടുത്തത് അതിൻ്റെ ടൈം പീരീഡ് വെച്ചിട്ട് ചെറിയൊരു ഡിപ്രീഷിയേഷൻ കുറച്ചിട്ട് നിങ്ങളെ ഫുൾ ഫണ്ട് നമ്മൾ തിരിച്ചു തരും എന്നുള്ളൊരു ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും. അതുപോലെ അതായത് നമ്മളെ ഗ്യാരണ്ടിയിലാണ്, പേപ്പർ ഗ്യാരണ്ടിയിൽ തന്നെയാണ് നിങ്ങൾക്ക് സെയിൽ നടക്കുന്നത്. അത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല, അത് നമ്മളെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ 2014 മോഡൽ കൊറോള അൾട്ടീസ് കേരളത്തിലേക്ക് നമ്പറായ വാഹനമാണ്. സെക്കൻഡ് RC ഓണറിലാണ് നിൽക്കുന്നത്. 1,63,000 കിലോമീറ്റർ, ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഹൈ ക്വാളിറ്റി വാഹനമാണ്. ഈ ഒരു വാഹനം നമ്മൾ ഇതിന് ഇൻസൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പുതിയ സീറ്റ് കവർ ഇട്ട വാഹനമാണ്. ഇൻസൈഡും ഔട്ട്സൈഡും എൻജിനും മെക്കാനിക്കലും ഒക്കെ പെർഫെക്റ്റിലുള്ള അടിപൊളി ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ്. ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. നമ്പറായ വാഹനമാണ്, ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 1,63 ജെനുവിൻ ഓട്ടമാണ്, സെക്കൻഡ് RC ഓണറാണ്, നല്ല വാഹനമാണ്, കേരളത്തിൽ നമ്പറായ വാഹനമാണ്. അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പർ വിളിച്ചോളി. നമ്മൾ ഈ മോട്ടോറിസത്തിൽ ഓഫർ സെയിൽ, നമ്മൾ റംസാൻ ഓഫർ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ഈ ഒരു ഓഫർ സെയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള എല്ലാ സ്റ്റോക്കും ഇപ്പോൾ ഓഫറിലാണുള്ളത്. അതിൽ 1-2 വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ ഓഫറിലേക്ക് കൊണ്ടുവരാത്തത്. മാക്സിമം റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ആ വാഹനം നമ്മൾ സെയിൽ ചെയ്യുന്നത്. പക്ഷേ ഓഫർ റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മോട്ടോറിസം ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതുവരെ വണ്ടികൾ കളക്ട് ചെയ്ത് അത് നമ്മൾ അവിടെയും ഇവിടെയും വെച്ച് വീട്ടിലും നമ്മൾ മറ്റ് യാർഡുകളിലൊക്കെ വെച്ചിട്ട് സെയിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ ഓൺ യാർഡിലേക്ക് വരികയാണ്. നമ്മൾ സ്വന്തമായിട്ട് യാർഡ്, ഒരു 10 സെൻറ്റ് ഭൂമി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ യാർഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് മാറുന്നതിന് ഒരു മുന്നോടിയായിട്ടാണ് ഈ ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മളിത് റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഓഫർ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഒരു ഗിവ് അവേ സ്റ്റാർട്ടപ്പ് ചെയ്യണം. അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് കമൻറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് നമുക്ക് ഗിവ് അവേ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഐഡിയ എങ്ങനെ നമ്മൾ ഗിവ് അവേ ചെയ്യാം, ആർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ ഗിവ് അവേ ചെയ്യാം, അല്ലെങ്കിൽ എത്ര എമൗണ്ടിൻ്റെ ഗിവ് അവേ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്കൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.